അമ്മയ്ക്ക് മരുന്ന് കഴിക്കാനുള്ള വെള്ളമുണ്ട്. വെള്ളം ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ യാമിനി. അത് ചൂടുവെള്ളല്ലേ, ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളം മരുന്ന് കഴിക്കാൻ. ഋതുമോൾക്ക് എന്ത് പറ്റി? നിലാക്കായം വെളിച്ചം ഉൺകതേ പരവസം കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം. യാമിനിക്ക് കാര്യം മനസ്സിലായില്ലേ? ഇല്ല അമ്മേ. പ്രിയതമൻ അവന്റെ അമ്മയെ കാണാൻ പോയി. വിരഹിണിയാം രാധ ഇപ്പോ എനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാ യോഗം. ഈ അമ്മമ്മ അപ്പം കൂടി എന്നെ കളിയാക്കി കൊല്ല ചെറിയമ്മ. മോൾ അതൊന്നും കേട്ട് വിഷമിക്കണ്ട. അവർക്കേ വിരഹ ദുഃഖം എന്താന്ന് അറിയില്ല. അത് അനുഭവിച്ചവർക്കല്ലേ അറിയൂ. ശേഖരേട്ടൻ നെല്ലിയാമ്പതി പോകുമ്പോ എനിക്കുണ്ടാവുന്ന സങ്കടം എനിക്കേ അറിയൂ. ശേഖരൻ അങ്ങ് ദൂരെ നെല്ലിയാമ്പതിക്കല്ലേ പോകുന്നത്. ഇത് രാജിയെ 1-2 കിലോമീറ്റർ അപ്പുറത്ത് അവന്റെ വീട്ടിലേക്കാ പോയിരിക്കുന്നത്. ഈ വിരഹത്തിന് അങ്ങനെ ദൂരമൊന്നും ഇല്ല അമ്മേ. അപ്പം പോകുമ്പോ അമ്മമ്മക്ക് സങ്കടം ഇല്ലായിരുന്നോ? അതെന്തായാലും ഇത്രയും സങ്കടമല്ലായിരുന്നു. ഇതൊരു 1.5 സങ്കടമായി പോയില്ലേ അമ്മമ്മ? പോട്ടെ മോളെ, അമ്മമ്മ തമാശ പറഞ്ഞല്ലേ. രാജു നേരം വെളുക്കുമ്പോഴേക്കും ഇങ്ങോട്ടെത്തല്ലേ? അതെ, അവൻ വിരഹ ദുഃഖത്തിന്റെ ആശാന. കാക്ക നിലത്തിറങ്ങും മുമ്പ് അവൻ കാന്ന് കരഞ്ഞുകൊണ്ട് പറന്നിങ്ങെത്തും. എന്റെ രാജുവിനെ കാക്കയോ ആക്കി. അപ്പൊ ഇനി ഉറക്കം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരു കാര്യം ഉറപ്പായി, നമുക്ക് രണ്ടുപേർക്കും ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഈ ചേച്ചി ഇതെവിടെ പോയി? അമ്മമ്മേ, മുത്തശ്ശി, മുത്തശ്ശി. എന്താ മോളെ? ചേച്ചി എവിടെയെങ്കിലും കാണുന്നില്ല. ഋതുമോളെ യാമിനിയുടെ മുറിയിലേക്ക് പോയി. എന്നോട് പറഞ്ഞിട്ടാ പോയത്. മോള് കിടന്നു. കിടക്ക. മുള്ള നല്ലത് ഓപ്പണയറ. മൂളിപ്പാട്ടും പാടി കാറ്റും കൊണ്ട് മുള്ള. പ്രേമിക്കണമെങ്കിലേ ഇതുപോലെ രാത്രിയില് നിലാവത്ത് നടന്ന് പ്രേമിക്കണം. നമുക്ക് വല്ല ഗൾഫ് രാജ്യങ്ങളിലേക്കും പോയാലോ? അതെന്തിനാ? നിലാവത്ത് മരുഭൂമികളില് ഓടി നടന്ന് പ്രേമിക്കാം. മണൽക്കാറ്റില് പറന്ന് നടന്നും പ്രേമിക്കാം.
യക്ഷി ഓടിക്കോ, പ്രേതം പ്രേതം, അയ്യോ പ്രേതം വിളയാട്ട്. അത് ദീപകല്ലേ? അവൻ പ്രേത വിളയാട്ടൊന്ന് വിളിച്ചു പറഞ്ഞ ഓടിയത്. ഇനി എന്നെ രാജുവിനെ കണ്ട് പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടിയതാണോ? ഇവന്റെ അലർച്ച കേട്ട് വീട്ടിലെ എല്ലാവരും എഴുന്നേക്കല്ലേ? അയ്യോ, നമ്മളെ കാണില്ലേ? ഞാൻ മതിലടി പോട്ടെ. അയ്യോ, അതെന്ത് പോക്ക രാജു? അപ്പൊ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? ശ്ശോ, അതും ശരിയാണല്ലോ. നാണക്കേടായല്ലോ. അമ്മേ പ്രേതം, അമ്മേ വീട്ടുമുറ്റത്ത് പ്രേതം, ഒന്ന് വാതിൽ തുറക്ക്. അമ്മേ എന്താടാ അമ്മേ, വീടിന്റെ മുറ്റത്ത് യക്ഷിയുടെ വിളയാട്ടം. യക്ഷിയാ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ആ, അമ്മേ ഇങ്ങോട്ട് വാ അമ്മേ, യക്ഷി വന്ന് പുറത്തേക്ക് വിടടാ. വാ അമ്മേ, പുറത്ത് യക്ഷി ഉണ്ടെന്ന്. പറഞ്ഞേ വിടടാ. ഒരു അമ്മേ ഞാൻ മണ്ടത്തരം സത്യം പറയാം. പറയുന്നേ. എന്താ ചേച്ചി? ഇവ പുറത്ത് യക്ഷിയോ പിശാചിനെ എന്തൊക്കെയോ കണ്ടൂന്ന്. അമ്മേ യക്ഷിയും പിശാചുവോ? ഇവന്റെ തലയ്ക്ക് ഓളവാ, ഇവന്റെ തലയ്ക്ക് നെല്ലിക്കത്തളം വെക്കണം. എന്റെ ദൈവമേ, അവരെല്ലാരും ഉണർന്നെന്ന് തോന്നുന്നേ. ഞാൻ മതിൽ ചാടട്ടെ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്നെ ചതിക്കില്ലേ? തലയ്ക്ക് ഓളോടാ നിനക്ക്? ഓളൊന്നും അല്ല, ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. വാ എല്ലാരും വാ, ഞാൻ കാണിച്ചു വാ. ശേഖര വാ ഇങ്ങോട്ട്. ചേട്ടാ വാ. എവിടെയാ? ദേ, അവിടെയാ ഞാൻ കണ്ടേ. നോക്ക്, അവിടെ തന്നെ. ആരാ അവിടെ? ആരാന്ന്?